ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 റിലീസായ പുതിയ കൊറിയൻ ഡ്രാമ ഡ്രീം 2യുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. റൊമാൻസ്, ഇമോഷൻസ്, നൊസ്റ്റോളജി എല്ലാം മിക്സ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എപ്പിസോഡ് നമ്മളെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാലത്ത് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഇവർ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുമുട്ടുന്നു. പക്ഷേ ആ സമയത്ത് അവരുടെ ജീവിതം സ്കൂൾ ഡേയ്സിൽ ഉണ്ടായിരുന്നത് പോലെയല്ല. ഒരാൾ കരിയറിൽ സക്സസ് നേടിയിട്ടുണ്ട്, മറ്റൊരാൾ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ നേരിടുകയാണ്. സുബിൻ ഇപ്പോൾ ഒരു ഫേമസ് ഡയറക്ടറാണ്. യൂറോപ്പിൽ ഇന്റർനാഷണൽ അവാർഡ്സിൽ അവൻ്റെ ഫസ്റ്റ് ഫീച്ചേഴ്സ് മൂവിക്കാണ് ബെസ്റ്റ് മൂവിയായിട്ട് തിരഞ്ഞെടുത്തത്. ഈ അവാർഡിനെ അവൻ എനിക്ക് ഡ്രീം ഉണ്ടാക്കി തന്ന ആളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറയും. ആൾക്കാരൊക്കെ ചോദിക്കും അതാരാണെന്ന്. അന്നേരം അവൻ പറയും അതാണ് എൻ്റെ ഫസ്റ്റ് ലവ്. എത്രയും പെട്ടെന്ന് അവളെ കാണാൻ കഴിയട്ടെ. ദെൻ കുറേ വർഷങ്ങൾക്ക് ശേഷം സുബിൻ കൊറിയയിലേക്ക് വരാണ് എന്ന് അവർ പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഹീറോയിൻ ജിയോ ഇവിടെ ക്ലാംസ് വിറക്കുവാണ്. ഇവളൊരു TV ചാനൽ റിപ്പോർട്ടറാണ്. ഷൂട്ടിങ്ങിന് ഭാഗമായി വന്നതായിരിക്കും. ഷൂട്ട് കഴിഞ്ഞ് പോകുന്നേരം സ്ലിപ്പായി ചെളിയിൽ തന്നെ വീഴുന്നുണ്ട് പാവ. ജിയോ അവളുടെ ലൈഫിൽ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. എവിടെയും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ക്ലീൻ ആകും നേരം സുബിന്റെ ഇന്റർവ്യൂകൾ കാണും. ഇവനിതെപ്പോഴാ ഡയറക്ടറായേ? ഇവൻ കൊറിയയിലേക്ക് തിരിച്ചു വരുന്നത് ഓർത്തിട്ട് ഇവൾക്ക് ടെൻഷൻ ആവും. നെക്സ്റ്റ് ഡേ തന്നെ അവൻ കൊറിയയിലെത്തുന്നുണ്ട്. ജിയോയുടെ എല്ലാ ഷോവും മുടങ്ങാതെ കാണുകയും ക്ലാസ് പറക്കുന്നത് കണ്ട് അവൻ കുറേ ചിരിക്കും. ജിയോയുടെ ഓഫീസിൽ അവൾ ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തോ ഒരു ഇഷ്യൂ കാരണം അവർ ചെയ്യാൻ വെച്ച പ്ലേസ് മാറ്റണം എന്നൊക്കെ പറയും. ഷൂട്ടിംഗ് എല്ലാം തയ്യാറാക്കിയ ശേഷമായിരിക്കും അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ ടൈമാണ് അവളുടെ പ്ലേസിലേക്ക് സുബിൻ വരുന്നത്. എല്ലാവരും അവനെ വെൽക്കം ചെയ്യുന്ന നേരം ജിയോവും പ്രൊഡ്യൂസറും തമ്മിൽ വലിയ തർക്കം. ആ ടൈം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൾ സുബിനെ കാണും. എന്തോ പോലെ ആയിട്ട് ടേബിളിന്റെ താഴെ ഒളിക്കുന്നുണ്ട്. ആ ടൈം ടേബിളിന്റെ താഴെ നിന്ന് ഹായ് പറയും സുബിൻ. ഫ്ലാഷ് ബാക്കിൽ, അതായത് സ്കൂൾ ടൈം, അവൾ അവളുടെ ക്യാമറയിൽ സുബിനെ പകർത്തുവാണ്. അന്ന് അസംബ്ലി ടൈം. ജിയോ തല കറങ്ങി വീഴും. സുബിൻ അവളെ എടുത്ത് നഴ്സിംഗ് റൂമിൽ കൊണ്ടുപോകും. എണീറ്റ് ജിയോ ചുറ്റും നോക്കും. ആക്ച്വലി ഇത് ഇവളുടെ അഭിനയമാണ്. ആ ടൈമാണ് ഇവനെ എടുത്തു കൊണ്ടുവന്നതും. അവർ രണ്ടുപേരും വേറെ വേറെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദെൻ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോയിരുന്ന് അവർ സംസാരിക്കും. ഡ്രീം ആയിരുന്നു അവരുടെ പ്രധാന ടോപ്പിക്. അവനക്ക് പ്രത്യേകിച്ച് ഡ്രീമൊന്നുമില്ല. ഫാദർ എല്ലാം ഡോക്ടറാണ്. മേ ബി ഞാനും ഡോക്ടർ ആയേക്കാം. അവളുടെ ഡ്രീം എന്നത് ഫിലിം ഡയറക്ടർ എന്നതാണ്. അവൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഇവളെ കാണും. സൺസെറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതായിരുന്നു. ക്യാമറ എല്ലാം സെറ്റാക്കി അവൾ അവിടെ ഉറങ്ങിപ്പോവും. സുബിൻ വന്നു, എന്നിട്ട് അവനും ഉറങ്ങിപ്പോയി. പിന്നീട് രാത്രിയാണ് അവർ എണീറ്റത്. സെക്യൂരിറ്റീസിനെ കണ്ണു വെട്ടിച്ച് അവർ രക്ഷപ്പെട്ടു. സുബിക്കാണെങ്കിലും അവളുടെ മേലൊരു അട്രാക്ഷൻ ഫീൽ ആവും. ഒരു ദിവസം അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഒരു അങ്കിൾ വന്ന് ആ മുത്തശ്ശിയെ തള്ളിയിട്ടു. ക്യാമറയിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ട്, എല്ലാം പോലീസിനെ കാണിക്കുമെന്ന് പറഞ്ഞതും ക്യാമറ വലിച്ചെറിഞ്ഞു. ക്യാമറ സേവ് ചെയ്യാൻ നോക്കിയ സുബിൻക്ക് അയാളെന്ന് കുറേ തള്ളി കിട്ടി. ക്യാമറ ഡാമേജ് ആയിട്ടില്ലെങ്കിലും അവനക്ക് അത്യാവശ്യം മുറിവേറ്റിട്ടുണ്ട്. മുറിവിൽ മരുന്നിടുന്നേരം സുബിൻ പറയും ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടോട്ടെ, അവനക്ക് അവളെ പോലെ ആവണം. രണ്ടുപേരുടെയും ഫസ്റ്റ് ലവ് ആണിത്. ഒരുപാട് ഹാപ്പി മൊമെന്റ്. ഒരുമിച്ച് എന്തേലും വലുതായി ചെയ്യണമെന്നാണ് അവർക്കുണ്ടായിരുന്നത്. പ്രസന്റിൽ അവൾ അവനക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇവിടെ വന്നേ? കുറേ വർഷമായില്ലേ കണ്ടിട്ട്, കുറേ മിസ് ചെയ്തു, അതാ വന്നേ. നമുക്ക് ലഞ്ചിന് പോയാലോ? അവൾ നോ പറഞ്ഞ് എന്നെ വെറുതെ എൻ്റെ പിന്നാലെ വരരുത്. എന്നോട് നിനക്ക് കുറേ ദേഷ്യമാണോ? അതേ ദേഷ്യമാണ്. ഓ പിന്നെ ഇയാൾ വലിയ ഡയറക്ടർ അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ കുശുമ്പാണ്. ഇനി ഒരിക്കലും കാണരുത്, എനിക്ക് താല്പര്യമില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കാര്യമായിട്ട് എടുത്തില്ല. ദേഷ്യം വന്ന് അവൾ തന്നെ അവിടെ നിന്ന് പോകും. വീട്ടിലേക്ക് എത്തിയിട്ട് ദേഷ്യം തോന്നുന്നോറും ചിക്കൻ കഴിക്കുവാണ്. ദേഷ്യം വരുന്നേരം ഫുഡാണ് ആളുടെ മെയിൻ. അവളുടെ വലിയ ഡ്രീമായിരുന്നല്ലേ ഡയറക്ടർ ആവണമെന്നും. ഇപ്പോൾ ഇതാ എവിടെയും എത്തിയിട്ടില്ല. അവനെ പിന്നെ ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചതുമല്ല. എന്തിനാ ചേച്ചി വിഷമിക്കുന്നേ? നിങ്ങൾ അടിപൊളിയാണ്. നെക്സ്റ്റ് ഡേ ജിയോൺ സുബിനെ കാണും. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കും. സുബിൻ അവൻ്റെ അടുത്ത് അവളുടെ നമ്പർ ചോദിക്കും. അവൻ കൊടുക്കില്ല. ജിയോൺക്ക് ആക്ടർ ആവാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു ആക്ടർ ഇവരുടെ കൂടെ ഷൂട്ട് എടുക്കാമെന്ന ആളില്ലാത്തതിനാൽ ജിയോണിന്
ഫോട്ടോ എടുക്കാൻ വിളിക്കും. അവന് അതൊരു അവസരമായി കണ്ടുപോകുന്നുണ്ട്. ഹീറോയിൻ എന്തോ വീഡിയോ ടാപ്പ് വിൽക്കുന്ന കാര്യം പറയും. ഇവനിത് കേട്ട് ഓൺലൈനിൽ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. നേരിട്ട് തന്നെ തരണമെന്ന് പറയും. അവൾ അവിടേക്ക് പോയി ഡെലിവറി ചെയ്യാൻ പോകുന്നേരം അവിടെ സുബിനെ കാണും. അവളെ കണ്ട് ഒളിച്ചു നടക്കുന്നേരം അവൾക്ക് മനസ്സിലാവും ആ വീഡിയോ വാങ്ങുന്നത് അവനാണെന്ന്. ഞാനിത് തനിക്ക് വിൽക്കുന്നില്ല, നീ പറഞ്ഞതിന് 10 ഇരട്ടി വില ഞാൻ തരാം. അവള് ഇറങ്ങി വന്നു. അന്നേരം നല്ല മഴയാണ്. അവളന്ന് ഒരുപാട് നേരം അവൻ്റെ വീടിൻ്റെ മുന്നിൽ മഴ കൊണ്ട് നിന്നത് അവൾ ഓർക്കുന്നു. സുബിൻ കുടിയായി അവളുടെ അടുത്ത് വന്നപ്പോൾ, എനിക്ക് മഴ ഇഷ്ടമല്ലാഞ്ഞിട്ടും 15 ദിവസമാണ് ഞാൻ നിന്റെ വീടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നീ എനിക്ക് ഒരു വലിയ റിഗ്രറ്റ് ആണ് എന്നവൾ പറയും. പാസിൽ പോയി താൻ അനുഭവിച്ചത് മനസ്സിലാക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് കൂടെ എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നേർക്കുനേർ കണ്ടുമുട്ടുകയാണ് സുബിനും ഈജയും, അതായത് ജിയോ. ഒരിക്കൽ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഇവരുടെ ജീവിതം ഇന്ന് തികച്ചും വ്യത്യസ്ത വഴികളിലാണ്. എന്നാൽ ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച അവരുടെ പഴയ ഓർമ്മകളുടെയും വീണ്ടും ഉണർത്തുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പഴയ പ്രണയം വീണ്ടും വരുമോ? അതിൻ്റെ ഉത്തരമാണ് അടുത്ത എപ്പിസോഡിൽ. അതുവരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.